الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഒരു പ്രയാസം നമ്മുടെ മുന്നിൽ വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ എന്താണെങ്കിൽ അത് നമ്മൾ ചെയ്യുക എന്നതാണ്. രണ്ടാമത്തേത്, അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി ആ പ്രയാസം പരിഹരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. ഇവിടെ നമ്മൾ ഇന്ന് ഇന്ത്യക്കാർ എന്ന നിലക്ക് നമ്മളെല്ലാവരും ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. അടുത്ത ആഴ്ചയാണ് കേരളത്തിൽ വോട്ടെടുപ്പുള്ളത്, അടുത്ത വെള്ളിയാഴ്ചയാണ്. സാധാരണ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല ഇപ്രാവശ്യം നടക്കുന്നത്. ഇന്ത്യയായി നിലനിൽക്കണോ അതോ അതൊരു ഹിന്ദുത്വ രാഷ്ട്രമായി മാറണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം പറയലാണ് യഥാർത്ഥത്തിൽ ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഈ ഫാസിസ്റ്റുകൾ തന്നെ വീണ്ടും അധികാരത്തിൽ വരികയാണ് എങ്കിൽ സൗഹാർദ്ദം ഇവിടെ നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. ഇവിടെ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റുന്നു, പള്ളികൾ പൊളിക്കാൻ കാരണങ്ങൾ ഉണ്ടാക്കുന്നു, ആളുകളെ തല്ലിക്കൊല്ലുന്നു. അതിലുപരി നമ്മൾ കാണുന്നത് മതപരമായി നമ്മുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു. ഒരു മുസ്ലിമിൻ്റെ വിഷയത്തിൽ വിവാഹവുമായിട്ടോ വിവാഹമോചനവുമായിട്ടോ സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തർക്കമുണ്ടായാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ തർക്കത്തിന് വിധി പറയുമ്പോൾ ശരീഅത്ത് നിയമത്തിൽ എന്താണുള്ളത് എന്ന് നോക്കിയിട്ടാണ് കോടതി അതിൽ വിധി പറയാം. കക്ഷി മുസ്ലിമാണെങ്കിൽ, അവിടെ ഹാജരായ പ്രശ്നക്കാർ മുസ്ലിമീങ്ങളാണെങ്കിൽ അതിൽ വിധി പറയുക ഇസ്ലാമിക നിയമം അനുസരിച്ചുകൊണ്ട്, ശരീഅത്ത് അനുസരിച്ചുകൊണ്ട്. അതിനാണ് വ്യക്തി നിയമം എന്ന് പറയുക, പേഴ്സണൽ ലോ എന്ന് പറയാറുള്ളത്. എന്നാൽ ആ വ്യക്തി നിയമത്തെ മാറ്റി ഇനി വിവാഹമോചനം സ്വത്താവകാശത്തിലൊക്കെ തർക്കം വന്നാൽ ഇവിടെ ഒരു പൊതു നിയമം, ഒരു കോമൺ നിയമം, മൊത്തത്തിൽ ഒരു സിവിൽ നിയമം കൊണ്ടുവരും. അതാണ് ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത്. ആ ഏക സിവിൽ കോഡിലേക്ക് രാജ്യത്തെ നയിക്കുമെന്ന് പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞ് അതിൻ്റെ സ്റ്റെപ്പുകൾ സ്വീകരിച്ച് ഒരു ഭരണകൂടമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ഇനി ജയിപ്പിച്ചാൽ ഞങ്ങൾ നടപ്പാക്കുമെന്നാണ് പറയുന്നത്. അതിനർത്ഥം മതപരമായി നമ്മുടെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ടുള്ള ഒരവസ്ഥ, നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ അവസ്ഥ. ഇപ്രാവശ്യം അവർ പറയുന്നത് പോലെ ആ ഒരു 400-ലപ്പുറം സീറ്റ് കിട്ടുകയാണെങ്കിൽ ഭരണഘടന പോലും മൗലികാവകാശങ്ങളെ പോലും കത്തിവെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ രാജ്യം ഇന്ത്യയായി നിലനിൽക്കണോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ അതിനെ സമീപിക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, മതനിരപേക്ഷ കക്ഷികളുമായി എല്ലാവരും ചേർന്ന് നിൽക്കുക എന്നതാണ്. നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല, ഇത് മുസ്ലിമീങ്ങളുടെ മാത്രം ഒരു ബാധ്യതയാണ് ഇന്ത്യയായി നിലനിർത്തൽ എന്നാരും വിചാരിക്കണ്ട. ഇവിടെ സമാധാനവും സുരക്ഷ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നത്. അതിൽ കൂടുതൽ ഉത്തരവാദിത്വം മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരെ നേർക്ക് നേരെ ബാധിക്കുന്ന പൗരത്വ നിയമവും അതുപോലെ തന്നെ UCC പോലെയുള്ള നിയമങ്ങളും നിലനിൽക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയുള്ള മഹാഭൂരിപക്ഷം സമാധാനവാദികളാണ്, ഇന്ത്യയായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ വ്യത്യസ്ത മതവിശ്വാസികൾ അവർ സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താ ഇസ്ലാം പറയുന്നത്? ഇങ്ങോട്ട് നമ്മൾ ഉപദ്രവിക്കാത്ത, അങ്ങോട്ടും നല്ല രീതിയിൽ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് എങ്കിൽ അവർക്ക് പുണ്യം ചെയ്തു കൊടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഇപ്പൊ മദീനയിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് എൻ്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. മതവിഷയത്തിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റും ഇല്ല. എന്നാൽ മദീനയെ ആരെങ്കിലും പുറത്തുനിന്ന് ആക്രമിക്കുകയാണ് എങ്കിൽ ജൂതന്മാരും നമ്മൾ മുസ്ലിങ്ങളും ഒന്നിച്ചു നിൽക്കും. അതാണ് കരാർ, അതാണ് മദീന കരാർ എന്ന് പറയുന്നത്. അത് ജൂതന്മാർ മുസ്ലിങ്ങളായിക്കൊണ്ടല്ല, മുസ്ലിങ്ങൾ ജൂതന്മാരായിക്കൊണ്ടുമല്ല, ജൂതന്മാരായി നിന്നുകൊണ്ടും മുസ്ലിമീങ്ങളായി നിന്നുകൊണ്ടും തന്നെ അവിടെ ശത്രുക്കളെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നതായിരുന്നു മദീന കരാർ. യഥാർത്ഥത്തിൽ അതിന് സമാനമായ ഒരു കരാറാണ് നമ്മുടെ നാട്ടിലുമുള്ളത്. ഇവിടെ എല്ലാവരും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കും. എന്നാൽ ഇന്ത്യയെ നശിപ്പിക്കാൻ പണ്ട് കൊളോണിയൽ ശക്തികളാണ് ശ്രമിച്ചത് എങ്കിൽ, പണ്ട് പുറത്തുള്ളവരാണ് ശ്രമിച്ചതെങ്കിൽ, ഇന്ന് ആഭ്യന്തരമായി തന്നെ ശത്രുക്കളെ പ്രഖ്യാപിച്ചുകൊണ്ട് ചില ആളുകൾ ഇവിടെ വിഭാഗീയത ഉണ്ടാക്കുന്ന, രാജ്യത്തിന്റെ സ്വഭാവം മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
നിയമാനുസൃതമായ രീതിയിൽ തന്നെ അവരെ നേരിടാനുള്ള ഒരു വഴിയാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്, ബാലറ്റ് എന്ന് പറയുന്നത്. ആ ബാലറ്റിന് ഇപ്രാവശ്യം വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാവരും ചെയ്യുക എന്നതാണ് പ്രധാനം. നമ്മൾ വോട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല, അത് ഏതിന് കുത്തിയാലും എവിടെയെങ്കിലും പോകും എന്നൊന്നും പറഞ്ഞ് നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. നമ്മൾ ചെയ്യാനുള്ള പണി വോട്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനം. അപ്പോൾ കുടുംബനാഥന്മാർ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ വീട്ടിൽ ആർക്കൊക്കെ 18 വയസ്സായ എല്ലാവർക്കും വോട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഉള്ളവരൊക്കെ വോട്ട് ചെയ്തു എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ട ഒരു ഘട്ടമാണ് ഒന്നത്. രണ്ടാമത്തത് വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്. വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വലിയൊരു ഭീതി ഉണ്ടായി. അന്ന് വോട്ടിന് വേണ്ടി ജുമഴയ്ക്ക് വേണ്ടി വോട്ടും ഒഴിവാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും അതിരാവിലെ പോയി വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ ചൂടുള്ള കാലമായതുകൊണ്ട് ഏറ്റവും നല്ലത് ഏറ്റവും നേരത്തെ പോയി വോട്ട് ചെയ്ത് ആ വോട്ടിന്റെ കടമ്പ കഴിഞ്ഞ് വേഗം ജുമഴയ്ക്ക് വരാൻ നോക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ നമ്മളെ ബൂത്തുകളൊക്കെ ഏകദേശം അടുത്തടുത്തായി. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ബൂത്തിൽ പോയി രാവിലെ പോയി വോട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ജുമഴയ്ക്ക് പള്ളിയിലെത്തുക എന്നത് പ്രയാസമുള്ള ഒരു കാര്യമല്ല. പിന്നെ ഉദ്യോഗസ്ഥന്മാരാണ്, ഡ്യൂട്ടിയിലുള്ള ആളുകളാണ്, അതുപോലെ തന്നെ ബൂത്ത് ഏജന്റുമാരാണ്, അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളുണ്ടാവും. ഉദ്യോഗസ്ഥന്മാർക്ക് ദീർഘമായി യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തി ആ ബൂത്തിൽ നിന്ന് അവർക്ക് പള്ളിയിൽ പോയി വരാനുള്ള സൗകര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഇസ്ലാം അതിന് ഉദർ പറയുന്നുണ്ട്. അവർക്ക് ഇങ്ങനത്തെ സാഹചര്യത്തിൽ അവർക്ക് ജുമുഅ നിർബന്ധമില്ല. അതുകൊണ്ട് അവർ ളുഹർ നമസ്കരിച്ചാൽ മതി. ആ ളുഹറും അസറും അവർക്ക് ജമ്മാക്കി നമസ്കരിക്കാം. ദീർഘയാത്രയാണ് ഉള്ളത് എങ്കിൽ അവർക്ക് ജമ്മും അസറുമായി നമസ്കരിക്കാം. അങ്ങനെ ആ ദിവസത്തെ ഉദ്യോഗസ്ഥന്മാർ ആ വിഷയം കൈകാര്യം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. സാധാരണക്കാരൊക്കെ എത്രയും നേരത്തെ പോയി വോട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ജുമഴക്ക് പള്ളിയിലുണ്ട്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മുടെ അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ ഓരോ ഏജൻസി മുഖേനയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാകുക, കോൺട്രാക്ടർമാർ മുഖേനയായിരിക്കും. ആ കോൺട്രാക്ടർമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ വോട്ട് വളരെ പ്രധാനമാണ്. അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുക. അവർക്കതിന് യാത്രക്ക് പ്രയാസമുണ്ട് എങ്കിൽ ഇവിടെയുള്ള സാമൂഹ്യ സന്നദ്ധ രാഷ്ട്രീയ സംഘടനകളും സന്നദ്ധ സേവന സംഘടനകളും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് അവർക്ക് അവരുടെ നാട്ടിലെത്താനുള്ള യാത്രക്കുള്ള സൗകര്യങ്ങൾ, അതിനുള്ള പണവും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അങ്ങനെ അവർ വെറുതെ വിടുകയല്ല, അവരെ ശരിക്കും ബോധവൽക്കരിക്കണം. ഇവിടെ ഫാസിസം വന്നാലുള്ള പ്രശ്നം ബോധവൽക്കരിക്കണം. എന്നിട്ട് അവരുടെ നാട്ടിൽ പോയി ഫാസിസത്തിന് എതിരിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുവാൻ വേണ്ടി അവരെ ബോധവൽക്കരിക്കാൻ ഭാഷ അറിയുന്ന ആളുകൾ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ച് നമ്മളെ കൊണ്ട് എന്തെല്ലാം നിയമപരമായി ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക. ബാക്കി അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നതാണ് ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു വഗ്ഫിർ ലനാ റബ്ബന ഇന്നക അൻതൽ അസീസുൽ ഹകീം. നീ ഞങ്ങളെ സത്യനിഷേധികളുടെ പരീക്ഷണത്തിന് ഇരയാക്കരുത് പടച്ച തമ്പുരാനെ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ. തീർച്ചയായും നീ തന്നെയാണ് പ്രതാപവാനും യുക്തിമാനും എന്ന ഒരു പ്രാർത്ഥന ഖുർആനിൽ കാണാൻ പറ്റും. ഇത് പ്രാർത്ഥിക്കേണ്ട ഒരു ഘട്ടമാണിത്. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു. നീ ഞങ്ങളെ സത്യനിഷേധികളുടെ പരീക്ഷണത്തിന് വിധേയരാക്കരുതേ എന്ന ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ആരൊക്കെ ഏതൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിച്ചുവാനും വല്ലാഹു ഖൈറുൽ മാകിരീൻ, അള്ളാഹുവാണ് ഏറ്റവും വലിയ തന്ത്രശാലി എന്ന ആ അള്ളാഹുവിന്റെ തന്ത്രത്തിന് മുമ്പിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ സംഘടന, പിന്നിൽ ഫിർഔനും ഹാമാനും അവന്റെ സൈന്യവും. കൂടെയുള്ള ആളുകൾ പറഞ്ഞു, മൂസാ, നമ്മൾ പിടിക്കപ്പെട്ടു, ഇനി എന്ത് ചെയ്യും? മൂസാ നബി സൈന്യത്തോടുകൂടി പറഞ്ഞ വാക്കുണ്ട്, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരുമെന്ന്. ഉടനെ അള്ളാഹുവിന്റെ വഹി ഇറങ്ങി, വടികൊണ്ടടിക്കാൻ പറഞ്ഞു. രണ്ട് ഭാഗത്തേക്ക് വെള്ളം പിളർന്നു നിന്നു. ആ ഉടങ്ങിയ വഴിയിലൂടെ അവർ രക്ഷപ്പെട്ടു. മൂസാ നബിയുടെ കൂടെയുള്ള അവസാനത്തെ ആള് ആ സമുദ്രത്തിൽ നിന്ന് കയറുകയും ഫിർഔനിന്റെ കൂടെയുള്ള അവസാനത്തെ ആള് വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്ത സന്ദർഭത്തിൽ ആ കടൽ പഴയ അവസ്ഥയിലേക്കായി. അവരവിടെ മുങ്ങി മരണം. എത്ര പെട്ടെന്ന് മാറി. അപ്പൊ ഇതൊക്കെ ചരിത്രമാണ്. അതുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടുകൂടി ഈമാനോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക, പ്രാർത്ഥിക്കുക, അതോടൊപ്പം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹു ഏറ്റവും ഹൈറായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി നമ്മൾ